സ്വാഭാവികം. അപ്പൊ അവരത് മാറ്റും. ഈ സിനിമയായിട്ട് കാണാൻ പറ്റാത്ത എന്ത് നേതാക്കന്മാരും കലയെ ചൂഷണം ചെയ്യലോ അല്ലെങ്കിൽ കലയോടുള്ള അവരുടെ ഭയോ ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താ കുഴപ്പം? ബീഫ് എന്നൊരു പേരിടണം അല്ലേ? ഒരു പേര് മാത്രം കേട്ടു ബീഫ് എന്നുള്ളൊരു വാക്കുണ്ട്, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ബീഫ് എന്നൊരു പേരുള്ളതുകൊണ്ടാണ് സിനിമ മാറ്റിയത്. അപ്പൊ ഇവർക്കൊക്കെ ബീഫ് എന്നൊരു പേരിടണം. ഒരു പേര് മാത്രം പ്രശ്നം അതുകൊണ്ടൊക്കെ സിനിമ നിരോധിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു മൂവി ഉണ്ടെന്നുപോലെ ഇപ്പോഴതാ ഈ കുട്ടി പറയുമ്പോഴേ അറിയുന്നത് ബീഫ് എനിക്ക് ഇഷ്ടമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല, നമ്മൾ കുറെ നേരം ചവച്ചിരിക്കുകയല്ല. സ്വാഭാവികം. അപ്പൊ അവരത് മാറ്റും. ഈ സിനിമയായിട്ട് കാണാൻ പറ്റാത്ത എന്ത് നേതാക്കന്മാരും എന്താണ്? അതൊരു സിനിമയാണ്. വ്യക്തികൾക്കോ സിനിമകൾക്കോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ ഒരു പേരിടുകയോ എന്തെങ്കിലും സംസാരിച്ചാൽ അത് ഭയങ്കര ബുള്ളിങ് ആയിട്ടാണ് വരുന്നത്. ബീഫ് എന്നൊരു പേരുള്ളതുകൊണ്ടാണ് സിനിമ മാറ്റിയത്. അപ്പൊ ഇവർക്കൊക്കെ ബീഫ് എന്നൊരു പേരിടണം. ഒരു സിനിമയ്ക്ക് ബീഫ് എന്നൊരു പേരിട്ടാൽ എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവും. അത് ആര് മാറ്റിയാലും അത് ഭയങ്കര ബോർഡെന്നേ ഞാൻ പറയുന്നു. ഈ കലയും രാഷ്ട്രീയവും കൂടി യോജിപ്പിക്കുമ്പോഴാണ് ഈ പ്രോബ്ലമൊക്കെ വരുന്നത്. കാരണം സെൻസർ ബോർഡ് കാണിക്കുന്ന വേലകൾ അറിയാലോ. കൃഷ്ണനോ രാധയെന്നോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ സിനിമയെ നിരോധിക്കും. ഇനിയിപ്പോൾ ബീഫ് എന്ന് പേരിട്ടാലും നിരോധിച്ചു. അപ്പൊ ഇനി ഓരോ സിനിമക്കാരും ചെയ്യുന്ന ഒറ്റ കാര്യവും ഈ രാഷ്ട്രീയക്കാരെ ചെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമല്ല, അവരെ പ്രീതിപ്പെടുത്തുന്ന പേരിടുക. ഇനി സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല, വ്യക്തികൾക്കാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ബീഫ്. ഇപ്പോ കമൽ സാറും അടൂർ സാറും ഒക്കെ പറഞ്ഞതുപോലെ വെറും ഒരു പേര് മാത്രം കേട്ടിട്ട് ബീഫ് എന്നുള്ളൊരു വാക്കുണ്ട്, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഒരു പേര് മാത്രം പ്രശ്നം അതുകൊണ്ടൊക്കെ സിനിമ നിരോധിക്കാന്ന് പറയുമ്പോൾ കലയെ ചൂഷണം ചെയ്യലോ അല്ലെങ്കിൽ കലയോടുള്ള അവരുടെ ഭയോ ഒക്കെയാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെതിരെ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. മാറ്റങ്ങൾ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ വന്നിരിക്കാം. മാറ്റങ്ങൾ അന്നത്തിനെക്കാട്ടും ഓഫ്കോഴ്സ് ദർ ആർ മോർ പീപ്പിൾ, കൂടുതൽ അവയർനെസ് അബൌട്ട് IFFK, കൂടുതൽ അവയർനെസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് കൾച്ചർ, മൂവീസിനെ കുറിച്ചിട്ടും പല രാജ്യങ്ങളിലെ ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ എന്താണ് വർക്കിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ വരുന്ന കുട്ടികൾക്കും എല്ലാ ആൾക്കാർ പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ ഒരുപാട് പേര് ഇപ്പോൾ ഈ വർഷം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവയർനെസ് എല്ലാവരുടെ ഇടയിലേക്കും വന്നിട്ടുണ്ടെന്ന് അതിൽ മനസ്സിലാക്കുന്നത്. വേൾഡ് മൂവീസ്, ഇന്റർനാഷണൽ മൂവീസിനെ കുറിച്ച് മോർ നോളജ്, മോർ അവയർനെസ്, അറിയാനുള്ളൊരു ഈഗർനെസ് ഒക്കെ ഇന്ന് രാവിലെ നമ്മുടെ രാജേഷ് മാധവന്റെ പിന്നെ വെരി സ്വീറ്റ് മൂവി, വളരെ ടച്ചിങ്, വളരെ ഇമോഷണൽ ഒരു മൂവിയാണ്. ഐ തിങ്ക് എല്ലാവരും കാണണം. കാരണം നമ്മുടെ അത് മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിലുള്ള ഒരു അതുണ്ട്. അത് ആക്ച്വലി ഒരു സ്മോൾ പാർട്ടാണെങ്കിലും അതിന് കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ലോകത്തിനെ കാണുന്നത്. മനുഷ്യന്മാരെ ഏറ്റവും സെൽഫിഷ് പീപ്പിളാണ് ആക്ച്വലി. നമ്മുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത്. ബാക്കി മറ്റു ജീവികളൊക്കെ നമ്മൾക്ക് ശേഷം എന്ന് വിചാരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെയൊക്കെ മെന്റാലിറ്റിയാണ്. പക്ഷെ അങ്ങനെ അവർക്കും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതൊരു ഡോഗുണ്ട്. ഞാൻ ഭയങ്കര ആനിമൽ ലവറാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനെ ആ ഡോഗിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആ ഒരു വ്യൂയിങ് ദ മൂവി അല്ലെങ്കിൽ വ്യൂയിങ് ദ സിനാറിയോ ഡോഗ്സ് പെർസ്പെക്റ്റീവ് എനിക്കത് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തു. Of course, I love the movie. It was really well presented. They are all actors. They did their job amazingly well. തീർച്ചയായിട്ടും അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന മൂവീസിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മൂവീസൊക്കെ കാണുന്നത് പുതിയ ആൾക്കാരെയാണ്. നമ്മൾ ഇതുവരെ കണ്ടു പരിചയിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ പുതിയ ആക്ടേഴ്സിനെയാണ് കാണുന്നത്. സോ ദാറ്റ് മീൻസ് അവർക്കൊക്കെ നമ്മൾ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് ആ കിട്ടുന്ന മൂവീസിന് വളരെയേറെ അംഗീകാരം കിട്ടുന്നതാണ് IFFK എന്ന് പറയുന്നത്.
നമ്മളത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണണം. നല്ലൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് തന്നെ അത് കാണണം. നെക്സ്റ്റ് IFFK എന്തൊക്കെ കൊണ്ടുവരുന്നതാണ്? That is not up to decide. We have the ചലച്ചിത്ര അക്കാദമി. അവർ തന്നെ തീരുമാനിക്കും. നമ്മുടെ കുട്ടികളല്ലോ അവിടെ വൈസ് ചെയർപേഴ്സൺ. അമ്മ ജെറു ബോഡി മെമ്പറാണ്. എങ്ങനെയുണ്ട്? അമ്രം എന്ന് പറഞ്ഞ പടം കണ്ടായിരുന്നു. അമ്രം എനിക്ക് സിനിമാറ്റോഗ്രാഫി ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാറ്റോഗ്രാഫ് കുറച്ച് ഇൻസ്പയർഡ് ആയി. 30 വർഷത്തിലേക്ക് എത്തിയാണ് ആ ഓരോ സിനിമാ മൂവികളുടെ പ്രതീക്ഷയാണ് ഓരോ അതെ. അതിനെങ്ങനെ നോക്കിയാണ്? ഇത്രയും നാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മെയിൻ ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് വരുന്ന AI ഫിലിം മേക്കിംഗ്. ഇപ്പൊ നമ്മൾ തന്നെ എല്ലാവരും റീലിൽ കാണുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇവിടെ വെച്ച് കണ്ടതിൽ മെയിൻ ആയിട്ട് വന്നത് AI ഫിലിം മേക്കിങ്ങിനായിട്ടൊരു പർട്ടിക്കുലർ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് നല്ല രീതിക്ക് എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസ് ആണ്. കാരണം ആർക്ക് വേണമെങ്കിലും സിനിമ ഫീൽഡിൽ എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. അപ്പൊ അത് IFFK വന്ന ആ ടൈമിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഇന്നോവേഷൻ ആയിട്ട് എനിക്ക് കാണുന്നു. അപ്പൊ ഭാവിയിലും ഇത് വലിയ രീതിക്ക് മുന്നോട്ട് പോകുന്നു തോന്നുന്നു. സിനിമകളിലെ പൊളിറ്റിക്കൽ വ്യൂ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് സാറിന് തോന്നുന്നുണ്ട്? അല്ലേ, ആക്ച്വലി രാഷ്ട്രീയമൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ മനുഷ്യന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം. അല്ലെ, മൃഗങ്ങൾക്ക് പട്ടിക്കും പൂച്ചയ്ക്കും പുലിക്കും ഒന്നും രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ലല്ലോ. അവര് ഫ്രീ ആയിട്ട് നടക്കുവാണ്. നമ്മളുടെ ചിന്തകൾ ഒരുമിക്കുന്നില്ല. മനുഷ്യനിപ്പോ 2 ലക്ഷത്തോളം വർഷത്തിന് മേളിലായി മനുഷ്യന്മാര് ഭൂമിയിലുണ്ടായിട്ട്. പക്ഷെ മനുഷ്യന്മാർ ഒരുമിക്കുന്നില്ല. ഈ ഒരുമിക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ് തോട്ട് പ്രോസസ്സുകൾ ഉള്ളത് കൊണ്ടും പല കാര്യങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടുമാണ്. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് ആവശ്യമാണ് രാഷ്ട്രീയത്തിൻ്റെത് എന്നുള്ള ആ ഒരു ചിന്താഗതി, അതാണ് ആക്ച്വലി എല്ലായിടത്തും സംസാരിക്കും. ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ ആണെങ്കിലും സിനിമയിലുള്ള രാഷ്ട്രീയമാണെങ്കിലും അതല്ലാതെ ഉള്ളതാണെങ്കിലും ഇതൊക്കെ മനുഷ്യന്റെ ചിന്താബോധത്തിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില ഡയറക്ടേഴ്സിന്റെ ഡിസിഷൻസ് ആണല്ലോ സിനിമ. അപ്പൊ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ പൊളിറ്റിക്കൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും. അപ്പൊ അവർക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പൊ ഒരു വീഡിയോയിൽ വന്ന് പറയാതെ അവർക്ക് സിനിമയായിട്ട് ജനങ്ങളെ കാണിക്കുമ്പോൾ സിനിമ ചരിത്രമല്ലേ, എത്ര കൊല്ലം വേണേലും നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇപ്പൊ പണ്ട് നമ്മള് IA എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ള പല കോൺസെപ്റ്റുകളും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും എന്ത് നടന്നാലും നമുക്ക് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ടൈറ്റാനിക് ഒക്കെ മുങ്ങിയത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ സിനിമ വഴിയിൽ നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. അതാണ് എനിക്ക് ചേട്ടാ, 30ാമത് IFFK ഓരോ IFFK പുതിയ സിനിമാ പ്രേമികളുടെ പ്രതീക്ഷയാണ്. എന്ത് തോന്നുന്നു? ഉറപ്പായിട്ടും കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനകീയമായ ചലച്ചിത്രമേളയാണ് IFFK. അതിൻ്റെ 30ാം വർഷത്തിലെത്തി. ഓരോ വർഷം വരുന്തോറും പരിപാടികൾ ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നു. പടത്തിൻ്റെ സെലക്ഷനുകളിൽ ഓരോ വർഷവും ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. ചില വർഷം ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും നല്ലതായിരിക്കും. ചില വർഷം ചില പടങ്ങൾ ആളുകൾക്ക് അത്ര ഒപ്പീനിയൻ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് സിനിമകൾ നല്ല സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളത്തിൽ തന്നെ പുതിയ പല പ്രതിഭകളുടെയും സിനിമകളുണ്ട്. ഇന്നലെ രാജേഷ് മാധവൻ്റെ പടം പ്രദർശിപ്പിച്ച് നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ പുതിയ സിനിമകൾ വരട്ടെ, പുതിയ പ്രതിഭകൾ വരട്ടെ. ടെക്നോളജി നമുക്ക് ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഭയങ്കരമായ ഡ്രാസ്റ്റിക് മാറ്റം, അങ്ങനെ ഒരു മാറ്റം ഇങ്ങനെ ഗ്രാജുവലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഓവർ ദ ഇയേഴ്സ്. അപ്പോൾ ഓവർ ദ ഇയേഴ്സ് പുതിയ ഫിലിം മേക്കേഴ്സ് പുതിയ ആശയങ്ങൾ, പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ AI യുടെയൊക്കെ കാലഘട്ടം വരികയാണല്ലോ. അപ്പോൾ പല തരത്തിലുള്ള മാറ്റങ്ങൾ പ്രമേയത്തിലും അവതരണത്തിലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കഴിഞ്ഞ IFFK കാലം ടോട്ടലി മാറി, അങ്ങനെയല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ആ മാറ്റം ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ പ്രകടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്.